ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ സർ CV രാമനോടുള്ള ആദരസൂചകമായിട്ടാണ് നമ്മൾ ഈ ദിവസം ആചരിച്ചു പോരുന്നത്. കൂടാതെ ഇന്ത്യ ബഹിരാകാശത്ത് ചുവടുറപ്പിക്കുന്നതിന്റെ സ്വപ്ന പദ്ധതിയിലേക്ക് നടന്നെടുക്കുകയാണല്ലോ. ഈ അടുത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഗഗൻയാന്റെ നായകന്മാരെ നമുക്ക് പരിചയപ്പെടുത്തിയത്. ബഹിരാകാശത്തേക്ക് എത്തിയ ഇന്ത്യൻ നായകന്മാരെയും നായികമാരെയും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടാലോ? ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയനാണ് രാകേഷ് ശർമ്മ. 1984 സോവിയറ്റ് യൂണിയന്റെ സോയുസ് പേടകത്തിൽ അദ്ദേഹം സഞ്ചരിച്ചു. ഇതോടെ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന 14ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. അതോടൊപ്പം ബഹിരാകാശത്തെത്തുന്ന 128ാമത്തെ വ്യക്തിയായി രാകേഷ് ശർമ്മയും മാറി. ऊपर से भारत कैसा दिखता है आपको? मैं बगैर किसी झिझक के कह सकता हूँ सारे जहां से अच्छा. പിന്നീട് 1997 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു ഒരു ഇന്ത്യൻ വംശജ ബഹിരാകാശത്തെത്താൻ. അതെ, കൽപ്പന ചൗള. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള. 31 ദിവസമാണ് അവർ അന്ന് ബഹിരാകാശത്ത് ചിലവഴിച്ചത്. 1997 നാസയുടെ ആദ്യ കൊളംബിയ ദൗത്യത്തിലാണ് കൽപ്പന ചൗള സഞ്ചരിച്ചത്. 2003 കൊളംബിയയുടെ രണ്ടാമത്തെ ദൗത്യത്തിൽ ഭൂമിയിലേക്കുള്ള യാത്രക്കിടെ നടന്ന അപകടത്തിലാണ് കൽപ്പന ചൗള മരണപ്പെടുന്നത്. ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. 322 ദിവസങ്ങൾ അവർ ബഹിരാകാശത്ത് തങ്ങി. കൂടാതെ 7 തവണ ബഹിരാകാശത്ത് നടന്നു. 2006 നാസയുടെ ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ ആദ്യ യാത്ര നടത്തി. 2021 നാസയുടെ ക്രൂ 3 ദൗത്യത്തിൽ ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വംശജനാണ് രാജാചാരി. ഗഗൻയാൻ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതോടുകൂടി ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെടുകയാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്